സാധാരണ ടോപ്പ് കട്ട് ചെയ്യുന്നോട്ട് കട്ട് ചെയ്യുക. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. എന്നിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നെക്കിൻ്റെ വിഡ്ത്ത് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലത്തെ നെക്കിൻ്റെ ഇറക്കം ഒരു 3 ഇഞ്ച്. എന്നിട്ട് 3-ൻ്റെ 2.5-യുടെ ബോക്സ് വരയ്ക്കുക. എന്നിട്ട് ഷേപ്പ് ചെയ്യുക, റൗണ്ട് ഷേപ്പ്. ഇനി ബാക്കിൻ്റെ നെക്കിൻ്റെ ലെങ്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ബോക്സ് വരയ്ക്കുക. എന്നിട്ട് അവിടെ ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ആദ്യം ബാക്കും കട്ട് ചെയ്യുക. 2 തുണിയും കൂടി ചേർത്ത് വെച്ച് ബാക്ക് നെക്ക്. എന്നിട്ട് ബാക്കിലത്തെ തുണി അങ്ങ് മാറ്റിയിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുക. ബാക്ക് പീസ് എടുക്കുക. ബാക്ക് പീസിൻ്റെ നെക്കിൻ്റെ അവിടെ പ്ലാക്കറ്റ് വെക്കണം. അപ്പം നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ അങ്ങ് ഓപ്പൺ ചെയ്യുക. പ്ലാക്കറ്റ് വെക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്യുക. ബാക്ക് പീസിൻ്റെ നെക്കിൻ്റെ അവിടെ ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മൾ പ്ലാക്കറ്റ് വെക്കണം. അതിനൊരു തുണി എടുത്തിട്ട് ലെങ്ത് ഒരു 6 ഇഞ്ച് എടുക്കുക. വീതി ഒരു 3 ഇഞ്ച്. 3, 6-ൻ്റെ ഒരു ബോക്സ് വരയ്ക്കുക. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ പ്ലാക്കറ്റിന് വേണ്ടി കട്ട് ചെയ്ത തുണിയുടെ 3 വശവും ഒന്ന് മടക്കി അടിക്കുക. ഒരു മടക്ക് കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് മടക്കി ചീത്ത വശത്തേക്ക് മടക്കി 3 വശവും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ 3 വശവും മടക്കി അടിച്ചു. എന്നിട്ട് ഇതിൻ്റെ നല്ല വശത്ത് നമ്മുടെ ബാക്കിൻ്റെ നല്ല വശവും ചേർത്ത് വെക്കുക. ആ ഓപ്പൺ ഭാഗം ഇങ്ങനെ കറക്റ്റാക്കി ഇതിൻ്റെ സെൻറ്ററിൽ വെക്കുക. തുണിയുടെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബി പോലെ സ്റ്റിച്ച് ഒരു 1/4 ഇഞ്ച് എടുക്കുക. ഇങ്ങനെ ചുറ്റൊരു വി പോലെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ചുറ്റൊരു വി പോലെ വരച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. ഈ 2 തുണി കൂടെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ വി പോലെ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്തില്ലേ, അതിൽ കൂടെ തന്നെ മറ്റേ തുണിയും കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് സ്റ്റിച്ചിൻ്റെ അവിടം വരെ കൊണ്ടുവരിക. സ്റ്റിച്ച് പോകാണ്ട് അറ്റം വരെ കൊണ്ടുവന്നിട്ട് തിരിച്ചിടുക. ഈ തുണി അങ്ങ് ഉള്ളിലേക്ക് തിരിച്ചിട്ടിട്ട് നമ്മൾ ഉള്ളിലോട്ട് തിരിച്ചിട്ട് കഴിയുമ്പം പ്ലാക്കറ്റ് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് ബാക്കിൻ്റെ നല്ല വശത്ത് ഫ്രണ്ടിൻ്റെ നല്ല ഭാഗവും കൂടി വയ്ക്കുക. ഇങ്ങനെ വെച്ച് ഷോൾഡർ അങ്ങ് ജോയിൻ ചെയ്യുക. ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യുക. വെളിവിടെ 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് കോളർ കട്ട് ചെയ്യാം. അതിന് വേണ്ടി നമ്മുടെ നെക്ക് റൗണ്ടിൻ്റെ മെഷർമെൻ്റ് എടുക്കുക. നെക്ക് റൗണ്ട് എത്രയുണ്ടെന്ന് ഇങ്ങനെ ടേപ്പിൽ അളന്നെടുക്കുക. ചുറ്റും ഇങ്ങനെ റൗണ്ടിൽ മെഷർമെൻ്റ് എടുക്കുക. നമ്മൾ കോളർ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു തുണി എടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നെക്ക് റൗണ്ട് എടുത്തല്ലോ, നെക്ക് റൗണ്ട് എത്രയാണ് കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ചും കൂടി ആഡ് ചെയ്യുക. എനിക്ക് നെക്ക് റൗണ്ട് കിട്ടിയത് 15.75 അപ്പോൾ 16.75 എടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ ഇവിടെയും 4.5 ഇഞ്ച്. എന്നിട്ട് ഈ പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് താഴേക്ക് 8.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 8.5-ലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യുക. ഇത് ഇവിടേക്കും ജോയിൻ ചെയ്ത് ഇനി നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഫോൾഡ് അങ്ങ് ഓപ്പൺ ചെയ്യാം.
ഇങ്ങനെ 2 പീസ് കിട്ടും. നമ്മൾ കുറച്ച് ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തെർമോക്കോളിൻ്റെ ബോളെടുത്ത് ഒരു തുണിയുടെ ഉള്ളിലോട്ട് വെച്ച് ഇങ്ങനെ നന്നായിട്ട് വെച്ചിട്ട് നൂല് വെച്ച് ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ കെട്ടുന്നു. ഇങ്ങനെയാണ് ഇതുണ്ടാക്കിയേക്കുന്നത്. ഇങ്ങനെ കുറേ പീസുകൾ ഉണ്ടാക്കിയിട്ട് കോളറിൻ്റെ ഒരു ലെയർ തുണി എടുക്കുക. എന്നിട്ട് അതിൻ്റെ നല്ല ഭാഗത്ത് ഇതിൻ്റെ ഈ ഒരു വശത്ത് 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഓരോ പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇവിടം വരെ ഈ ഒരു ബി പോലെയുള്ള ഈ ഭാഗത്താണ് അത് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ ഈ ബോൾസ് ആ പോയിൻറ്റിലോട്ട് ഇങ്ങനെ വെക്കുക. ഈ തുമ്പെല്ലാം ഇങ്ങോട്ട് വെച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇങ്ങനെയും വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുമ്പ് ഇങ്ങോട്ടിരിക്കണം. നമ്മളിങ്ങനെ ബോൾസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മറ്റേ കോളറിൻ്റെ മറ്റേ ലെയർ എടുത്തിട്ട് അതിൻ്റെ നല്ല വശം ഇങ്ങനെ വെക്കുക. തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിടുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇവിടം വരെ, ഇവിടെ ഓപ്പണാണ്. ഇതൊക്കെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ഇവിടം വരെ. നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ ബോഡി പീസിലോട്ട് വെക്കാൻ വേണ്ടി 2 സൈഡിലും 1/2 ഇഞ്ച് ഒന്ന് സ്റ്റിച്ച് ഒന്ന് അഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ 2 എൻഡിലിങ്ങനെ 1/2 ഇഞ്ച് സ്റ്റിച്ച് അഴിച്ചു വെച്ചിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ ചീത്ത ഭാഗം ഡ്രസ്സ് തിരിച്ചിട്ടിട്ട് ചീത്ത വശത്ത് ഒരു ലെയർ എടുത്ത് ഇങ്ങനെ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് അപ്പുറത്തെ വശത്ത് കൊണ്ടുവരിക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് അത് തിരിച്ച് നല്ല വശത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ ഈ കൂടുതലുള്ളത് ഈ മടക്കി ഇവിടെ ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. ചുറ്റും അങ്ങ് സ്റ്റിച്ച് ചെയ്ത് മടക്കി ഉള്ളിലോട്ട് മടക്കി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ കോളർ ചെയ്ത് കഴിഞ്ഞു. കോളർ ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് സാധാരണ ചെയ്യുന്ന തൊട്ട് സ്ലീവ് വെക്കുക. 2 വശത്തും സ്ലീവ് വെക്കുക. പിന്നെ ഷേപ്പ് ചെയ്ത് താഴത്ത് മടക്കി അടിക്കുക. നമ്മൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് 2 സ്ലീവും വെച്ചു, സൈഡ് ഷേപ്പ് ചെയ്തു, താഴത്ത് മടക്കി അടിച്ച് ഇവിടെ 2 പോക്കറ്റും വെച്ചിട്ടുണ്ട്.